വെറും ഒരു സെക്കൻഡ് സമയം കൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുക? ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഭൂമിയിൽ 2 ആളുകൾ മരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും 2 ആളുകൾ വെച്ചിട്ടാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓരോ സെക്കൻഡിലും 4 പേര് വെച്ച് ജനിക്കുന്നുണ്ട്. ഇപ്പോൾ 800 കോടി ജനങ്ങളാണ് ഭൂമിയിലാകെയുള്ളത്. 800 കോടിയിലധികം ജനങ്ങൾ. ശരിക്കും ഈ മരിച്ചു പോകുന്ന ആളുകളുണ്ടല്ലോ, അതേപോലെ ഒരു ദിവസം ഒരു സമയത്ത് നമ്മളും മരിച്ചു പോവും. നമ്മൾ നിൽക്കുന്നത് ഒരു വലിയൊരു ക്യൂവിലാണ്. എപ്പോൾ പോവും, എങ്ങനെ പോകുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ട്. ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വിവാഹം കഴിക്കുന്നു, പണം സമ്പാദിക്കുന്നു, മക്കളെ ഉണ്ടാക്കുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? എന്നോട് ചോദിച്ചാൽ ജീവിതത്തിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. അർത്ഥം എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ ശ്രീ മോഹൻലാൽ ജനിച്ചത് എന്തിനാണ്? അദ്ദേഹം ഒരു സിനിമാ നടനാവണം എന്ന് കരുതിയിട്ടാണോ ജനിച്ചത്? അതേ എന്നായിരിക്കും നമ്മുടെയൊക്കെ ഒരു ആൻസർ വരിക. കാരണം ബോൺ ടു ആക്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തെ ചില ആൾക്കാർ വിശേഷിപ്പിക്കാറുള്ളത്. ജനിച്ചത് തന്നെ നടനാവാനായിട്ടാണ്. അങ്ങനെയല്ല. ശ്രീ മോഹൻലാൽ അദ്ദേഹം ജനിച്ചത് ഒരു 200 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ അദ്ദേഹം സിനിമാ നടനാവില്ല. കാരണം അന്ന് സിനിമയില്ല ലോകത്ത്. ഇത്രയേ ഉള്ളൂ. ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത് ഇതാണ്. ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടാവുന്നത് നമ്മൾ കണ്ടെത്തുന്നതാണ്. ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ കണ്ടെത്തുന്നതാണ്. അതായത് ജീവിതത്തിന് പ്രത്യേകിച്ചൊരു മീനിങ് ഇല്ല. നമ്മളാണ് അതിന് മീനിങ് ഉണ്ടാക്കുന്നത്. നമ്മളാണ് അതിന് ലക്ഷ്യം ഉണ്ടാക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളാണ്, ഓരോരോ ലക്ഷ്യങ്ങളാണ്. നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാനായിട്ട് ജനിച്ചതല്ല. സയൻസ് പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മൾ ജനിച്ചത് എന്തിനാണ്? നമ്മുടെ അടുത്ത തലമുറ ഉണ്ടാക്കാനാണ്, ഇനപ്പെരുക്കം ചെയ്യാനാണെന്നാണ് പറയുന്നത്. നേച്ചർ ലോ പ്രകാരം അത്രയേ ഉള്ളൂ. എല്ലാ ജീവികളും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എല്ലാ ജീവികളും പ്രകൃതിയിൽ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ടെക്നിക്സാണ് നമ്മൾ ചെയ്യുന്ന ജോലികൾ. പണ്ട് വേട്ടയാടി ജീവിച്ച മനുഷ്യരാണ് കൃഷി ചെയ്ത് പിന്നെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ കൃഷിയും പല തൊഴിലുകളും ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ ശരിക്കും സർവൈവ് ചെയ്യാനാണ്. പക്ഷെ അപ്പോഴും നമുക്ക് കുറച്ചധികം ബുദ്ധിയുണ്ട്. നമ്മൾ കുറച്ചധികം ചിന്തിക്കുന്നവരാണ്. അപ്പം നമ്മൾ തന്നെ ചോദിച്ചു പോവുകയാണ്, എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന്. ഇപ്പം ഞാൻ എന്തൊക്കെ എക്സ്പ്ലനേഷൻ തന്നാൽ പോലും ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ ഇപ്പോഴത്തെ അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി നാളെ ചിലപ്പോൾ ജീവിതത്തിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അല്ലെങ്കിൽ ജീവിതത്തിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല, ജീവിച്ചിരിക്കുക എന്ന് മാത്രമാണോ, ഇതൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. ജീവിതത്തെ പറ്റിയിട്ട് ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടുണ്ടാവും. എന്നെക്കാളും നല്ല രീതിയിൽ പല പല കാഴ്ചപ്പാടുകൾ കമൻറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ പരമാവധി മറ്റുള്ള ആളുകൾക്കും ജീവികൾക്കും ഭൂമിക്കും പരമാവധി കുറഞ്ഞ ദ്രോഹം മാത്രം ചെയ്ത് ജീവിച്ചു പോവുക. നമുക്ക് ഒരു ദ്രോഹവും ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ദ്രോഹം മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പരമാവധി കുറച്ച് ഫിൽട്ടർ ചെയ്ത് ജീവിച്ചു പോകാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ദ്രോഹം ഉണ്ടാക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് ചിലർ പറയുമായിരിക്കും. പക്ഷേ അങ്ങനെ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ ഒരു രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മരുന്ന് കഴിച്ച് ആ രോഗാണുവിനെ നശിപ്പിക്കും. അത് സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയും. ആ രോഗാണുവിനെ സംബന്ധിച്ച് അത് ജീവിക്കാൻ പറ്റിയ നല്ല സാഹചര്യമുള്ള ഒരു ശരീരം കിട്ടിയപ്പോൾ അത് കയറി വന്നതാണ്. നമ്മൾ നമ്മുടെ സർവൈവിങ്ങിന് വേണ്ടിയിട്ട് നമ്മളതിനെ കൊല്ലുന്നു, മരുന്ന് കഴിച്ച് കൊല്ലുന്നു. ഇതൊരു ചെറിയൊരു ഉദാഹരണമാണ്. നമ്മൾ അങ്ങനെ ഒരു ദ്രോഹം ഉണ്ടാക്കാതെ ജീവിക്കാൻ കഴിയില്ല, മരിക്കാനേ കഴിയുള്ളൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില തോട്ട്സുകളാണ്. അത് ഞാനിങ്ങനെ ഷെയർ ചെയ്തു എന്ന് മാത്രം.